അടുത്ത് നമുക്കിനി ഡ്രസ് എലമെൻ്റ് കേസിലുള്ള ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഒരു വളരെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലമാണ്. സോ ഡ്രസ് എലമെൻ്റ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഈ ഒരു ഫിഗറുമായിട്ടായിരിക്കും വരുന്നത്. ദ ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ഫോർ എ 2 ബാർ ഡ്രസ് എലമെൻറ്റ്, അതായത് 2 ഡ്രസ് ബാർ എലമെൻറ്റ്സ് ഉള്ള ഒരു എലമെൻറ്റ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് സ്ട്രെസ്, രണ്ടുമാണ് ചോദിച്ചിരിക്കുന്ന ഡേറ്റാസ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഫിഗർ ഇങ്ങനെ തന്നിട്ടുണ്ട്. ദെൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ബാക്കി ഡേറ്റാസ് പറഞ്ഞിട്ടുണ്ട്. യങ്സ് മോഡുലസ് ഇയുടെ വാല്യൂ 70 ജിഗാ പാസ്കൽ എന്ന് വെച്ചാൽ 10⁹ പാസ്കൽസ്. നമ്മളതിനെ ന്യൂട്ടൺ പെർ mm² കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റു 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വിൽ ബി ഗെറ്റിംഗ് 70 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ mm² എന്നായിരിക്കും യങ്സ് മോഡുലസിൻ്റെ വാല്യൂ വരുന്നത്. ദെൻ ഏരിയ ഗിവൺ ഉണ്ട് 200 mm² എന്ന് പറയുന്നത്, അതായത് നമ്മൾ കാണുന്ന ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ചെറിയൊരു ഏരിയ ആണ്. ഇതൊരു ഓരോന്നും ഓരോ 1D ബാർ എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത് 200 mm² എന്നുള്ള ഡേറ്റ. ദെൻ ഇതിനകത്ത് ഒരു നോഡിൽ ഒരു 12 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ. ചോദിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആൻഡ് സ്ട്രെസ്സിൻ്റെ വാല്യൂസ് ആണ്. ദെൻ നമുക്ക് ഇതേപോലത്തെ ഒരു പ്രോബ്ലം കിട്ടുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ നോഡ്സ് മാർക്ക് ചെയ്യുന്നത് 2 മെത്തേഡ്സിൽ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് നോഡിന് 1, രണ്ടാമത് വരുന്ന 2, 3 ഈ ഒരു ഓർഡറിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യത്തെ നോഡിൽ x1 y1 വാല്യൂസ് ഞാനിത് 0 and 0 ആയിട്ട് എടുക്കും. ഓക്കെ, ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 0 0 ആയിട്ട് എടുക്കും. സോ ഇവിടെ നിന്ന് 500 യൂണിറ്റ് മാറിയിട്ടുള്ള രണ്ടാമത്തെ പോയിന്റ് വരുമ്പോഴത്തേക്കും അവിടുത്തെ കോർഡിനേറ്റ് വാല്യൂ വിൽ ബി 500. ദെൻ y വാല്യൂ സെയിം ലെവലിലായതുകൊണ്ട് 0 എന്ന് വരും. ഇനി താഴോട്ട് വരുന്നത് അപ്പം വൈയുടെ വാല്യൂ നെഗറ്റീവ് ആവും. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ എന്താ ഇതിപ്പം 2ൽ 500 0 വന്നു. അടുത്ത 3ലെ എക്സ് വാല്യൂ നോക്കുമ്പോഴാണെങ്കിൽ 500 പ്ലസ് ഇവിടെ നിന്ന് ഇവിടം വരെ 400 ലെങ്ത്തും കൂടെ ഉണ്ട്. സോ 500 + 400 വിൽ ബി ലൈക്ക് 900, ദെൻ വൈയുടെ വാല്യൂ ഞാൻ ഡൗൺവേർഡ് ആക്സിലാണ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് -300 എന്ന് വരും. ഓക്കെ, ഇതിന് പകരം ഞാൻ ഈ സെക്കൻഡ് നോഡിന് 0 0 എന്ന് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഫസ്റ്റ് നോഡിൻ്റെ വാല്യൂ -500 0, ഇവിടുത്തെ വാല്യൂ 400 -300 എന്ന് വന്നേനെ. 900 എന്ന് പറയുന്നൊരു വലിയ വാല്യൂന് വരെ കുറച്ചൊരു ചെറിയ വാല്യൂസ് ആയിട്ട് കിട്ടിയാണ്. സോ നിങ്ങളുടെ കൺവീനിയൻസ് എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് സെലക്ട് ചെയ്യാം. ക്ലിയർ? ദെൻ ഞാനിപ്പം 1 2 3 ആ ഒരു സെയിം മോഡലിൽ തന്നെ, അതായത് ഒരേ ഫോർവേഡ് ഡയറക്ഷനിൽ തന്നെ 1 2 3 എന്ന നോട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നോഡ് 1ൻ്റെ x1 y1 വാല്യൂ 0 0, നോഡ് 2ൻ്റെ x2 y2 വാല്യൂ എന്ന് പറയുന്നത് 500 0, ദെൻ നോഡ് 3 വരുമ്പോഴത്തേക്കും x3 y3 വാല്യൂസ് 500 + 400 900 എന്ന് പറയുന്ന എക്സ് വാല്യൂവും, ദെൻ ഡൗൺവേർഡിൽ -300 യൂണിറ്റ് ആണുള്ളത്. സോ -300 എന്ന് പറയുന്ന y വാല്യൂവും വരും. ഇവിടെ ഇത് ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് മാർക്ക് ചെയ്തേക്കും. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഈ ഓരോ എലമെൻസിൻ്റെയും ലെങ്ത്തുകളാണ്. സോ ഈ 1 to 2 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ എലമെൻ്റ് ആയിട്ട് വരും, എലമെൻറ്റ് നമ്പർ 1. 2 to 3 എന്ന് പറയുന്നതായിരിക്കും എലമെൻറ്റ് നമ്പർ 2. ഓക്കെ, സോ ആദ്യമേ എലമെൻറ്റ് 1ൻ്റെ കേസിൽ, അതായത് നോഡ് 1നും 2നും ഇടയ്ക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കേസിലുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ അടുത്ത ലെങ്ത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിരുന്നു, ജനറൽ ഇക്വേഷൻ x2 - x1² + y2 - y1². ഈ ജനറൽ ഇക്വേഷൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ, കാരണം ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് എലമെൻറ്റ് ഇതാണ്, അപ്പോൾ അത് ഹൊറിസോണ്ടലായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 500 ആണ്. എങ്കിലും നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് അതൊന്ന് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് എലമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പം അവിടുത്തെ x2 - x1² + y2 - y1²ൻ്റെ വാല്യൂസിൻ്റെ റൂട്ടാണ് എടുക്കാനുള്ളത്. x2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 500 ആണ്, ഇസ് 500. ദെൻ x1ൻ്റെ വാല്യൂ ഇസ് 0. y2 and y1 രണ്ടും സീറോസ് ആണ്. സോ 0 - 0 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √500². ഓർ അതർ ടേംസ് 500 തന്നെ ലെങ്ത് കിട്ടും. ഇങ്ങനെ ഇത്ര ചെയ്യേണ്ട ആവശ്യമില്ല, ഇറ്റ് ഇസ് ഓൾറെഡി ഗിവൺ ആയിട്ടുള്ള ഡേറ്റയാണ്, നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് എടുക്കാവുന്ന ഡേറ്റയാണ്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് ഇതിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് വരുമ്പോഴത്തേക്കും വി ഹാവ് ദ ടേംസ് ലൈക്ക് L and M. L എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആൻഡ് M എന്ന് പറയുന്നത് സൈൻ തീറ്റ വാല്യൂസ്. ഓക്കെ, സോ അതും കൂടെ നമുക്കൊന്ന് ഡിറ്റർമിൻ ചെയ്യാം. സോ ഫസ്റ്റ് എലമെൻ്റ് കേസിൽ വരുന്ന എല്ലിൻ്റെ വാല്യൂ L is equal to cos theta is equal to നമ്മുടെ ഇക്വേഷൻ ഏതായിരുന്നു? x2 - x1 ഡിവൈഡഡ് ബൈ LE1 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമുക്കിവിടെ x2 - x1 ചെയ്ത് എത്ര വരുന്നത്? x2 - x1 is 500 ഡിവൈഡഡ് ബൈ ലെങ്ത് 500 ഡിവൈഡഡ് ബൈ 500 1 എന്നായിരിക്കും വരുന്നത്. ആൻഡ് എമ്മിൻ്റെ വാല്യൂ എടുക്കുമ്പോഴത്തേക്കും വാട്ട് വി ഹാവ് ഈസ് y2 - y1 ബൈ LE1 എന്നാണ്. y2 - y1 എല്ലാം 0 ആയതുകൊണ്ട് ആൻസർ വിൽ ബി 0. ഓക്കെ, വി ഗോട്ട് ദ കോസ് തീറ്റ വാല്യൂ ആസ് 1 ആൻഡ് എം വാല്യൂ ആസ് 0. ഓക്കെ, ദെൻ അടുത്ത ഇനി രണ്ടാമത്തെ എലമെൻ്റ് കേസിൽ നോക്കാം. എലമെൻറ്റ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട്സ് 2 and 3
ഇടയിൽ വരുന്ന എലമെൻ്റാണ്. സോ അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് വീണ്ടും കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് LE2 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇക്വേഷൻ വിൽ ബി x3 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y3 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. x3ക്ക് ഇവിടെ വാല്യൂ ഉണ്ട്. x3യുടെ വാല്യൂ എത്തുമ്പോൾ എഴുതിയിരിക്കുന്നത് ഈസ് 900 മൈനസ് x2 വാല്യൂ ഈസ് 500 സ്ക്വയർ പ്ലസ് y3യുടെ വാല്യൂ മൈനസ് 300 ഇവിടെ 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 400 സ്ക്വയർ പ്ലസ് 300 സ്ക്വയർ. ഗെറ്റ് ദ ആൻസർ as 400 പ്ലസ് 300 വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ 500 എന്ന് വരും. ഓക്കെ, 500 mm എന്ന് പറയുന്നതാണ് സെക്കൻഡ് ബാറിൻ്റെ ലെങ്ത് ആയിട്ട് കിട്ടുന്നത്. ഇനി ആ സെക്കൻഡ് ബാറിൻ്റെ നമുക്ക് ലെങ്ത്ത് LE2 വാല്യൂ 500 mm എന്ന് കിട്ടി. ഇനി അവിടുത്തെ L2 ആൻഡ് M2 വാല്യൂസ്, അതായത് cos θ ആൻഡ് sin θ വാല്യൂസ്. L2ൻ്റെ ഇക്വേഷൻ x3 മൈനസ് x2 ഡിവൈഡഡ് ബൈ LE2 എന്നാണ്. x3യുടെ വാല്യൂ 900 മൈനസ് x2ൻ്റെ വാല്യൂ 500 ഡിവൈഡഡ് ബൈ LE2ൻ്റെ വാല്യൂ 500 ഗെറ്റിംഗ് 400 ബൈ 500. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 0.8 എന്ന് വരും L2ൻ്റെ വാല്യൂ. സിമിലർലി M2ൻ്റെ വാല്യൂ y3 മൈനസ് y2 ഡിവൈഡഡ് ബൈ LE2 എന്നാണ്. y3യുടെ വാല്യൂ we had minus 300, then minus y2ൻ്റെ വാല്യൂ 0 divided by length 500 is minus 3 by 5 എന്ന് വരും, or minus 0.6 എന്ന് വരും ആ വാല്യൂ. ഓക്കെ, minus 0.6. സോ നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സ് മറ്റുമൊക്കെ എഴുതാനുള്ള എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. അതായത് ലെങ്ത്ത്, ദെൻ L1 വാല്യൂ, M1 വാല്യൂ, L2 ആൻഡ് M2 ഈ വാല്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു: AE/L ഇൻറ്റു L സ്ക്വയർ L1 LM മൈനസ് L മൈനസ് L1 M1. ഞാൻ ഈ L1 എന്ന് വെച്ചാൽ നമ്മളിവിടെ രണ്ട് L വാല്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ L1 എന്ന് പറയുന്നത്. നമ്മുടെ ജനറൽ ഇക്വേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് LM എന്ന ഫോമാറ്റിലാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എ ട്രസ് എലമെൻ്റ് കേസിലുള്ള ജനറൽ ഇക്വേഷൻ. ഇനി ഈ സ്റ്റിഫ്നെസ് മെട്രിക്സ് രണ്ട് എലമെൻസിൻ്റെയും കേസിൽ അപ്ലൈ ചെയ്യാം. സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ K വാല്യൂ ഫോർ ദ ഫസ്റ്റ് എലമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ എയുടെ വാല്യൂ രണ്ടിനും കോമൺ ആയിരുന്നു 200 mm സ്ക്വയർ. ദെൻ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ രണ്ടിനും കോമൺ ആണ് 70 × 10⁻³ ദെൻ ആദ്യത്തെ എലമെൻ്റെ കേസിലെ ലെങ്ത്തിൻ്റെ വാല്യൂ 500 ആയിരുന്നു ഇൻറ്റു L ആൻഡ് M വാല്യൂസ്. ആദ്യത്തെ എലമെൻറ്റിൽ നമ്മൾ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും L വാല്യൂ ഈസ് 1 ആൻഡ് M വാല്യൂ 0 ആണ്. ഇതാണ് L1 ആൻഡ് M1ൻ്റെ വാല്യൂസ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Lൻ്റെ വാല്യൂ 1, എമ്മിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് L1 M1 ചെയ്യുമ്പോഴത്തേക്കും ബിക്കംസ് 0. ഓക്കെ, -1 0 0 0 M എവിടെയൊക്കെ വരും അവിടെ എല്ലാം നമുക്ക് 0 വരും. 0 0 ദെൻ -1 0 1 0 0 0 0 0. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് എലമെൻ്റെ കേസിൽ ആ ഒരു അസംബിൾഡ് ഫോമാറ്റിൽ കിട്ടുന്നത്. ഇനി ആദ്യത്തെ എലമെൻറ്റ് നമുക്ക് L-ഉം 1ഉം 0 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടി. അടുത്ത എലമെൻറ്റ് നമുക്ക് അത്ര എളുപ്പത്തിൽ കിട്ടില്ല. അടുത്ത എലമെൻറ്റ് കേസിൽ വരുമ്പോഴത്തേക്കും Kയുടെ വാല്യൂ ഫോർ ദി സെക്കൻഡ് എലമെൻറ്റ് 200 × 70 × 10⁻³ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റതും നമുക്ക് കിട്ടിയിരിക്കുന്നത് 500 തന്നെയാണ്. സോ ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു. ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് വാല്യൂസ് ഉണ്ട്, എത്രയാണെന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് L1 സ്ക്വയർ L1 M1 ദെൻ M1 സ്ക്വയർ ഈ 3 ടേംസാണ് ഇതിനകത്ത് ത്രൂ ഔട്ട് ആയിട്ടും വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ 3 ടേംസിൻ്റെയും വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. സെക്കൻഡ് കേസിൽ വരുമ്പോഴത്തേക്കും L1s അല്ല L2s ആണ്. നമ്മുടെ സെക്കൻഡിൽ L2 ആൻഡ് M2 വാല്യൂസാണ് എടുക്കാനുള്ളത്. സോ L2 = 0.8 ആണ്. L2 സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എത്ര വരും? 0.64 എന്ന് വരും. സിമിലർലി M2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.6 ആണ്, -0.6. സോ M2 സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും വിൽ ബി ഹാവിങ് 0.6 ആകുമ്പോഴത്തേക്കും 0.36 എന്ന് വരും. ദെൻ L ഇൻറ്റു എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 0.64 ഇൻറ്റു 0.36 നമുക്ക് 0.48 എന്ന് കിട്ടും. ഓക്കെ, ഈ 3 വാല്യൂസ് ഞാൻ ആദ്യമേ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് L1 സ്ക്വയർ എത്രയാണ്, M2 സ്ക്വയർ എത്രയാണ്, ആൻഡ്
എൽ ഇൻറ്റു എം എത്രയാണ് വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ വാല്യൂസ് എടുത്ത് അതോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനിൽ സെക്കൻഡ് എലമെൻ്റ് കേസ് ആകുമ്പോഴത്തേക്കും L2 സ്ക്വയർ L2 M2 മൈനസ് L2 മൈനസ് L2 M2 ഇങ്ങനെ ഫോമാറ്റിലാണ് പോകുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. ഇസ് 0.64 ദെൻ എൽ ഇൻറ്റു എം എന്ന് പറയുമ്പോഴത്തേക്കും എമ്മിൻ്റെ വാല്യൂ മൈനസ് ആയതുകൊണ്ട് നമുക്കൊരു എൽ ഇൻറ്റു എം മൈനസ് 0.48 ആണ്. സോ മൈനസ് 0.48. ദെൻ മൂന്നാമത്തത് L1 സ്ക്വയർ അതിൻ്റെ നെഗറ്റീവ്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ എല്ലിൻ്റെ സ്ക്വയർ അതിൻ്റെ നെഗറ്റീവ് എന്നാണ്. ഓക്കെ, മൈനസ് എല്ലിൻ്റെ സ്ക്വയർ എന്നല്ല. സോ എല്ലിൻ്റെ സ്ക്വയർ വാല്യൂ ഇസ് 0.64, അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോഴത്തേക്കും മൈനസ് 0.64. ദെൻ അഗെയിൻ എൽ ഇൻറ്റു എം ഹോളായിട്ട് വീണ്ടും ഒരു മൈനസും കൂടെ ഉണ്ട്. സോ ബിക്കംസ് 0.48 എന്നാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ താഴെയുള്ള മെട്രിക്സും കൂടെ എഴുതാം. മൈനസ് 0.48, 0.36, 0.48 മൈനസ് 0.36. ദെൻ മൂന്നാമത്തെ റോയിൽ 0.64 മൈനസ് 0.64, 0.48, 0.64 മൈനസ് 0.48, then 0.48 minus 0.36 minus 0.48 and 0.36. ഓക്കെ, ഇത്രയാണ് വാല്യൂസ് വരുന്നത്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കി നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. L1 M1 പകരം L2 M2 എന്ന ഇക്വേഷൻ എഴുതിയിരുന്നാൽ മതി. ഞാൻ തൽക്കാലം ഇവിടെ ജനറൽ ഇക്വേഷൻ ഒറ്റ തവണ എഴുതിയിരുന്നേ ഉള്ളൂ. സോ K1 ആൻഡ് K2യുടെ വാല്യൂ കിട്ടി. അടുത്ത സ്റ്റെപ്പാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നമുക്ക് ഇപ്പോൾ കിട്ടിയിരുന്ന രണ്ട് സെപ്പറേറ്റ് എലമെൻറ്റേയും കേസിലുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ വാല്യൂസാണ്. ഇപ്പോൾ ഇനി അസംബിൾ ചെയ്യണം. അസംബിൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 1, 2, 3, 4 എന്ന് പറയുന്ന ആദ്യത്തെ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂസാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻ്റാണ്. ആദ്യമേ 3, 4 ആൻഡ് 5, 6 എന്ന് പറയുന്ന റോസ് ആൻഡ് കോളംസിൻ്റെ വാല്യൂസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ അസംബിൾ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. ഈ ഇനിഷ്യൽ എടുക്കുന്ന വാല്യൂ 200 × 70 × 10³ / 500 രണ്ടിടത്തും കോമൺ ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ ഇറ്റ് ഈസ് 28 × 10³ എന്ന് വരും. ഓക്കെ, ഇനി മെട്രിക്സിനകത്ത് വരാനുള്ള വാല്യൂസ് ഫസ്റ്റ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1, 0, -1, 0. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴത്തേക്കും 6 റോസ് വരെ വരുന്നുണ്ട്. 6 റോസ് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 നോട്ട്സ് ഉണ്ട്. ആ ഓരോ നോഡിലും 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയുന്നുണ്ട് ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ അല്ലേ. അപ്പോൾ അതിന് ഡെറൈവ് ചെയ്തപ്പോഴത്തേക്ക് എടുത്തായിരുന്നു U1, U2, U3, U4 എന്ന് പറയുന്നത്. അതായത് 2 എലമെൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ പോലും 4 ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂസ് വരും. അതേപോലെ തന്നെ ഇവിടെയും L, M എന്ന് പറയുന്ന 2 വാല്യൂസ് ഓരോ നോട്ട്സിലും കറസ്പോണ്ടിങ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മൊത്തം 3 നോട്ട്സ് ഉണ്ട്, 1, 2 ആൻഡ് 3. അപ്പോൾ ടോട്ടൽ 3 × 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ച് 6 റോസ് ആൻഡ് കോളംസ് ആണ് വരാനുള്ളത്. ഓക്കെ, സോ 1, 0, -1, 0. റിമൈൻഡറുള്ള ടേംസ് നമുക്ക് 0 ആൻഡ് 0 എടുക്കാം. നമ്മളിപ്പോൾ എഴുതുന്ന ആദ്യത്തെ എലമെൻ്റ് കേസ് ആയതുകൊണ്ട്. ദെൻ ബാക്കി ഇങ്ങനെ വരും 0, 0, 0, 0, -1, 0, 1, 0, 0, 0, 0 ആൻഡ് 0. ഓക്കെ, നമ്മളിവിടെ കിട്ടിയേക്കുന്ന K1ൻ്റെ വാല്യൂസാണ് ഇവിടെ എഴുതിയേക്കുന്നതല്ല. 1, 0, -1, 0, 0, 0, 0, 0, -1, 0, 1, 0, 0, 0, 0, 0. ഓക്കെ, ഇത്രയും ആദ്യത്തെ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ വാല്യൂസാണ്. ഈ രണ്ടാമത്തെ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ വാല്യൂസ് എഴുതുമ്പോഴത്തേക്കും ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. മൂന്നാമത്തെ റോ തൊട്ട് 1, 2, 3, 4, 5, 6 ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം രണ്ടാമത്തെ നോഡും മൂന്നാമത്തെ നോഡുമാണ് നമ്മൾ രണ്ടാമത്തെ എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ നോഡെന്ന് പറയുന്നത് ആദ്യത്തെ എലമെൻറ്റിനും രണ്ടാമത്തെ എലമെൻറ്റിനും കോമൺ ആയിട്ട് വരുന്ന സെക്ഷനാണ്. ഓക്കെ, സോ ഇവിടുത്തെ തേർഡ് റോ ആൻഡ് തേർഡ് കോളം തൊട്ടാണ് നമ്മൾ അടുത്ത വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരും. 1 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ, അതിൻ്റെ കൂടെ പ്ലസ് 0.64 ഈ വാല്യൂ. ദെൻ 0യുടെ കൂടെ മൈനസ് 0.48. ദെൻ റിമൈൻഡറുള്ള വാല്യൂസ് -0.64, 0.48. അടുത്ത റോയിൽ വരുമ്പോഴത്തേക്കും -0.48, -0.48, ദെൻ 0.36, അടുത്തത് 0.48, ദെൻ -0.36. ഓക്കെ, ബാക്കി ഓവർലാപ്സ് ഒന്നുമില്ല. -0.64, 0.48, 0.64, then -0.48, again 0.48, -0.36, -0.48 and 0.36. ഓക്കെ, സോ ഈ ഇത്രയും കിട്ടിയിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ എലമെൻ്റ് കേസിലെ സ്റ്റിഫ്നെസ് മെട്രിക്സ് വാല്യൂസ് ആണ്. റിമൈൻഡർ ബാക്കിയുള്ള എല്ലാം നമുക്ക് 0s ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ അസംബിൾഡ് ഫോം. ഇനി നമുക്ക് ഇതിൻ്റെ സോൾവ് ചെയ്ത വാല്യൂസ് എഴുതാം.
സോ ആ ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഓക്കെ, ശരിക്കും മനസ്സിൽ ചേഞ്ച് വരുന്നത് ആകെ ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. ഒരു 1.48 എന്നൊരു ടേം മാത്രമേ നമുക്കവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ടേംസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ജനറൽ FEM ഇക്വേഷൻ എന്തായിരുന്നു? F is equal to K into U എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. സോ ഇനി അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ദിസ് ഹോൾ മെട്രിക്സ് ഇൻറ്റു F1, F2, F3, F4, F5 ആൻഡ് F6 എന്ന മെട്രിക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 28 into 10⁻³ ഓക്കെ, അതിവിടെ ഉണ്ടായിരുന്നു. 28 into 10⁻³. സോ 28 into 10⁻³ ഇൻറ്റു ആ കെയുടെ മെട്രിക്സ് കെ ഗ്ലോബൽ എന്ന മെട്രിക്സ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാതിരിക്കാൻ വേണ്ടിയാണ് കെ ഗ്ലോബൽ എന്ന് മാത്രം എഴുതുന്നത്, ഇൻറ്റു നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂസ് U1, U2, U3, U4, U5 ആൻഡ് U6. ഓക്കെ, നമ്മുടെ എല്ലിൻ്റെ ടേംസിൽ എഴുതിയതെല്ലാം ഈ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ കേക്കകത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഔട്ട് സൈഡ് എഴുതുമ്പോഴത്തേക്കും U1, U2, U3, U4, U5, U6 എന്ന ടേംസ് മാത്രമായിട്ട് എഴുതുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോ ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് ഇതൊരു ഫിക്സഡ് എൻഡാണ്. ഈ സിമ്പിളിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ ഒരു എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഫിക്സഡ് അല്ലാത്ത കേസ് വരുമ്പോഴത്തേക്കും അവിടെ ഇത് വരും, റോളേഴ്സ് വരും. റോളേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ദെയർ ഈസ് മൂവ്മെൻറ്റ് ഇൻ ദി എക്സ് ഡയറക്ഷൻ എന്നാണ്. അതായത് U1 അവിടെ വാല്യൂ കാണും, U2 വാല്യൂ കാണില്ല. U2 എന്ന് പറയുന്നത് വൈ ഡയറക്ഷൻ. നമ്മൾ മുമ്പ് ആ ട്രസ് എലമെൻറ്റ് ഡിറൈവ് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ ഡിവൈഡ് ചെയ്താണ് എടുത്തിരുന്നത്, U1, U2. ഇതാണ് ഫസ്റ്റ് LE1 എന്ന് പറയുന്ന ആദ്യത്തെ എലമെൻറ്റിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് നോഡില്ല, ആദ്യത്തെ നോഡിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് U1 ഇൻ ദി എക്സ് ഡയറക്ഷൻ ആൻഡ് U2 ഇൻ ദി വൈ ഡയറക്ഷൻ ആണ് നമ്മൾ എടുത്തിരുന്നത്. ഓക്കെ, സോ റോളേഴ്സ് ആണെങ്കിൽ നമുക്ക് യൂഷ്വലി എക്സ് ഡയറക്ഷനിൽ മാത്രമേ കാണൂ. ഇനി ഈ പറഞ്ഞ റോളർ വെർട്ടിക്കലിയാണ് അലൈൻ ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിൽ മാത്രമേ മൂവ്മെൻറ്റ് ഉള്ളൂ, ഡിസ്പ്ലേസ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളൂ, എക്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ചാൻസ് ഇല്ല. അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് എൻഡിലും ഉള്ളത് ഫിക്സഡ് പോയിന്റിലാണ്. ഓക്കെ, അതായത് 1 എന്ന് പറയുന്ന പോയിന്റിലും 3 എന്ന് പറയുന്ന പോയിന്റിലും ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല എന്നാണ് എൻ്റെ മീനിങ്. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂസ് ഇങ്ങനെ വരും, 0, 0. U3 ആൻഡ് U4 ഡെഫിനറ്റ്ലി അത് വാല്യൂസ് ഉണ്ട്. അത് നമ്മുടെ രണ്ടാമത്തെ നോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആൻഡ് വൈ ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ടും ഉണ്ട്. ദെൻ U5 ആൻഡ് U6 എല്ലാം 0 വരും. മുമ്പ് നമ്മൾ വൺ ഡയമെൻഷണൽ ബാർ എലമെൻറ്റിൻ്റെ കേസിൽ സോൾവ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ്സ് 0 വരുവാണെങ്കിൽ വി ക്യാൻ എലിമിനേറ്റ് ദി കറസ്പോണ്ടിങ് റോസ് ആൻഡ് കോളംസ് ഓഫ് ദി സ്റ്റിഫ്നെസ് മെട്രിക്സ്. അതായത് ഇവിടെ ഇപ്പോൾ U1 വാല്യൂ 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ എലിമിനേറ്റ് ദിസ് ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം. സിമിലർലി രണ്ടാമത്തെ U2 0 ആയതുകൊണ്ട് വി ക്യാൻ എലിമിനേറ്റ് സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് കോളം. അതുപോലെ തന്നെ U5 ആൻഡ് U6 അഞ്ചാമത്തെയും ആറാമത്തെയും റോസ് ആൻഡ് കോളംസ് ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് ബാക്കി വരുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും റോസിലെയും മൂന്നാമത്തെയും നാലാമത്തെ കോളം, ഈ 4 എലമെൻറ്റ്സ് മാത്രമാണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇനി ഫോഴ്സിൻ്റെ സ്ഥലത്ത് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും F1 അതായത് ഫസ്റ്റ് നോഡിൽ F1 ആൻഡ് 2 എന്ന രണ്ട് ഫോഴ്സസ് ഉണ്ട്. F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സും F2 എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സുമാണ്. ഫസ്റ്റ് നോഡ് ഫിക്സ്ഡ് ആണ്, അതുതന്നെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നോഡിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ F1 വാല്യൂ 0 ആയിരിക്കും, F2 വാല്യൂ 0 ആയിരിക്കും. ദെൻ സെക്കൻഡ് നോഡ് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു 12 kN ഡൗൺവേർഡ്. ഓക്കെ, അത് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡാണ് ആക്ട് ചെയ്യുന്നത്. അതായത് അവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സ് ഇല്ല. ഓർ F3 = 0 ആണ്. F4 വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന 12 kN ഓർ 12 × 10⁻³ ന്യൂട്ടൺ എന്ന് പറയുന്ന വാല്യൂ. ആൻഡ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആയത്, അതായത് മൈനസ് വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് യു വിൽ ഗീവ് എ -i. അതുപോലെ തന്നെ ലാസ്റ്റ് നോഡിൽ വരുമ്പോഴത്തേക്കും അവിടെയും ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു ഫോഴ്സും ഇല്ല, വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു ഫോഴ്സും ഇല്ല. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യും. F3 ആൻഡ് F4 മാത്രം വാല്യൂസ് 0 - 12 × 10⁻³ ഞാൻ ന്യൂട്ടൺസിലാക്കി എഴുതുന്നതാണ്, is equal to 28 × 10⁻³ × 1.48 minus 0.48 and minus 0.48 and 0.36. ഓക്കെ, ഈ 4 ടേംസ് മാത്രമാണ് നമുക്ക് അതിനകത്ത് ബാക്കിയുള്ളത്. 1.48 minus 0.48 minus 0.48 and 0.36 ഈ 4 ടേംസ് മാത്രമേ നമുക്ക് ആ സ്റ്റിഫ്നെസ് മെട്രിക്സിൽ ഇനിയിപ്പം ബാക്കിയുള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. 0 is equal to 28 × 10⁻³ ×
1.48 u3 plus 0.48 u4 സോറി മൈനസ് 0.48 u4. രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് 12 ഇൻറ്റു 10⁻³ is equal to 28 into 10⁻³ into minus 0.48 minus 0.48 u3 plus 0.36 u4 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കിട്ടിയത് രണ്ട് സെറ്റ്സ് ഓഫ് ഇക്വേഷൻസാണ്. രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷനും ദെൻ രണ്ട് അൺനോൺസേ ഉള്ളൂ. സോ നമുക്കിത് രണ്ട് യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് കോമൺ ഫാക്ടറായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ 0.48 by 0.36 0.48 divided by 0.36 വാല്യൂ എടുത്താൽ ഈ 4/3 എന്ന് വരും. ഓക്കെ, 0.48 by 0.36 വാല്യൂ എടുക്കുന്നത് 4/3 എന്ന് വരും. സോ ഞാൻ ഈ 4/3 കൊണ്ട് ഈ സെക്കൻഡ് ഇക്വേഷൻ ത്രൂ ഔട്ട് ആയിട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് രണ്ടിടത്തും ഒരു 0.48 എന്നൊരു ടേം വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. ഞാൻ അതിന് മുമ്പ് ഈ ഇക്വേഷൻ ഒന്നുകൂടി സിംപ്ലിഫൈ എഴുതുവാണെങ്കിൽ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. സോ നമുക്ക് ഈ 28 into 10⁻³ എന്നുള്ളതിനെ താഴോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ 0 മാത്രം റിമൈൻഡർ കാണത്തുള്ളൂ. സോ ഈ ഒരു ടേം അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. സിമിലർലി ഇവിടെ 28 into 10⁻³ എന്നുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വിൽ ബിക്കം -12 ഡിവൈഡഡ് ബൈ 28 എന്ന് വരും. 10⁻³ 10⁻³ രണ്ടും ക്യാൻസലായി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ രണ്ടാമത്തെ ഇക്വേഷൻ ത്രൂ ഔട്ട് ആയിട്ട് ഒരു 4/3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ഇൻറ്റു 4/3 is equal to 0.48 into 4 divided by 3 ചെയ്യുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് 0.64 0.64 u3 മൈനസ് ഉണ്ട് പ്ലസ് then 0.36 into 4 divided by 3 ചെയ്യുമ്പോഴത്തേക്കും we will get 0.48 u4 എന്ന് കിട്ടി. ഓക്കെ, സോൾവ് ചെയ്ത് എത്ര വരും? 12 divided by 28 into 4 divided by 3 ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് 4/7 അതായത് 0.5714 0.5714 എന്ന് വരും. ലെഫ്റ്റ് സൈഡിൽ മൈനസും കൂടെ ഉണ്ട്. ഇസ് ഈക്വൽ ടു -0.64 u3 പ്ലസ് 0.48 u4. ദെൻ ഞാൻ ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുവാണ്. 0 is equal to 1.48 u3 മൈനസ് 0.48 u4. ഈ ഇക്വേഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തതാണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 0.48 u4 മൈനസ് 0.48 u4. ഇവിടെ നമുക്ക് 0 മാത്രമേ വരത്തുള്ളൂ. ദെൻ മൈനസ് 0.64 പ്ലസ് 1.48 മൈനസ് 0.64 get that as 0.84 u3 എന്ന് വരും. ദെൻ ഇത് രണ്ടും ആഡ് ചെയ്താൽ അഗെയിൻ ഇത് -0.5714 എന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് u3യുടെ വാല്യൂ എങ്ങനെ എടുക്കാം? 0.5714 ഡിവൈഡഡ് ബൈ 0.84 0.5714 ഡിവൈഡഡ് ബൈ 0.84. u3യുടെ വാല്യൂ നമുക്ക് 0.68 എന്ന് കിട്ടും. ഓക്കെ, സോ u3യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് u4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ തൽക്കാലം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. u3ക്ക് വരും 0.68 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും 1.00 മൈനസ് 0.48 മൈനസ് 1.00 ഡിവൈഡഡ് ബൈ 0.48. we get the value of u4 as minus 2.09 എന്ന് കിട്ടും. and u4 is equal to minus 2.09.